നമുക്ക് മഴക്കാലത്ത് നല്ല ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുക. വെള്ളം കടന്ന ചക്കയായാലും കുഴപ്പമില്ല, വെള്ളത്തിൻ്റെ ചൊവ്വയൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റിയായ പുഴുക്ക് ഉണ്ടാക്കാം. നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി, എന്നിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ. ഞാനിത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നു ചക്ക കൊയ്യുന്നത്. ഇപ്പോൾ ജൂലൈ മാസമാണ്, ഇത് ജൂലൈ അവസാനമായി. എന്നിട്ടും ചക്കയിലൊക്കെ വെള്ളം കടന്നിട്ടുണ്ട്, എന്നാലും നല്ല ടേസ്റ്റിയായ പുഴുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ചക്കയൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കറയൊക്കെ പോക്കിക്കളയുന്നുണ്ട്. നമുക്ക് കയ്യിൽ നിറയെ എണ്ണ തടവി കൊടുക്കണം, അല്ലെങ്കിൽ ചക്കക്കറ കയ്യിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് ഇതേപോലെ ഓരോ ചെത്തിയിട്ടാണ് ചുള ഇരിഞ്ഞിട്ടെടുക്കുന്നത്. നമ്മൾ മുഴുവൻ ചുള ഇന്ന് തന്നെ ഇരിഞ്ഞിട്ടെടുക്കുന്നുണ്ട്. കുരുവൊക്കെ മുളച്ചു പോയിട്ടുണ്ട്, എന്നാലും സാരമില്ല. ചക്ക കിട്ടാത്ത ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഇത് തന്നെ വലിയ കാര്യമാണ്. മുഴുവൻ ചക്ക ഞാനിതാ എരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുഴുങ്ങാനായിട്ട് കൽച്ചട്ടിയാണ് എടുത്തത്. ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ കൽച്ചട്ടി എന്താണെന്നൊന്നും അറിയണ്ടാവില്ല, പണ്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. ഞാനിത് കൽച്ചട്ടിയിലേക്ക് ചക്ക ഒക്കെ ഇറന്നിട്ട് കൊടുക്കുന്നുണ്ട്. എന്നേക്ക് ആവശ്യമുള്ളത് മാത്രമാണ് എടുക്കുന്നത്, ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നാളെ പുഴുക്ക് ഉണ്ടാക്കിയെടുക്കാം. മുഴുവനും ഇന്നേക്കുള്ളതൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ഗ്ലാസ് വെള്ളം മാത്രമാണ് ഒഴിച്ച് കൊടുക്കുന്നത്, കാരണം വെള്ളം കിടന്ന ചക്ക ആയതുകൊണ്ട് വെള്ളം കൂടിപ്പോകും നമ്മൾ വേവിക്കുമ്പോൾ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ഞാനിത് ഇല വെച്ചിട്ടാണ് ആവി ഫുള്ള് പുറത്തേക്ക് പോകാത്ത വിധത്തിൽ ഇതേപോലെ വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി 1 മുറി തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും കുറച്ച് പച്ചമുളകും, കാന്താരി മുളകുണ്ടെങ്കിൽ അതാണ് നല്ലത്, പിന്നെ കറിവേപ്പിലയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകൊക്കെ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഇനി നമുക്കിത് അമ്മയിൽ വെച്ച് ഒന്ന് ഒതുക്കിയെടുക്കണം. അരഞ്ഞൊന്നും പോകണ്ട, നമുക്കിത് അമ്മയിൽ വെച്ച് ഇതേപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അമ്മയിൽ തന്നെ ഒതുക്കണമെന്നില്ല, മിക്സിയിൽ ഒതുക്കിയാൽ മതി. എനിക്ക് അമ്മയിൽ അരയ്ക്കാൻ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ചെയ്തത്. ഞാനിതാ തേങ്ങയൊക്കെ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വടിച്ച് കോരിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചക്കയൊക്കെ ഇവിടെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്, നല്ല വെന്ത് വന്നിട്ടുണ്ട്. മഴക്കാലത്തുള്ള ചക്കയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. വെള്ളം കുറച്ച് ചേർത്താൽ മതി. ഇതിൽ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് അരപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം, കാരണം ഇതിൽ വെള്ളമെല്ലാം വറ്റിപ്പോയത് കൊണ്ട് ഒരല്പം വെള്ളം ചേർത്ത് ആദ്യം ഒന്ന് ഇതേപോലെ കയ്യിൽ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം കയ്യിൻ്റെ കണ വെച്ച് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് ഉടച്ചെടുക്കാം. വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അധികം വെള്ളമായാൽ ചക്കയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് ഈ ചക്കയൊന്ന് ഇളക്കി സെറ്റാക്കി എടുക്കാം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയിട്ട് ഒന്ന് വറവിട്ട് ചക്കയിലിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ ചക്കയൊക്കെ റെഡിയായി, കണ്ടില്ലേ? ഇത് നല്ല വേനൽക്കാലത്ത് പുഴുങ്ങിയ ചക്ക പോലെ ഉണ്ട്. വെള്ളം കളഞ്ഞ ചക്കയാണെന്ന് പറയുകയില്ല, നല്ല ടേസ്റ്റാണ്. ഇനി ആരും ചക്ക കളയണ്ട, ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ.